ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളൊരു വിശ്രമ വേളയിലാണ്. അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇവാനിയൻവയുടെ അടുത്ത ഒരു തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം പേഴ്സണലൈസ് ചെയ്യാം, അല്പം വീണ്ടും ചിന്തിക്കാം. എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് ഭാഗമായിട്ട് നമ്മൾ ഈ പ്രഭാഷണവും ഇതിൻ്റെ അടുത്ത പ്രഭാഷണവും ഇവാനിയൻ പ്രാർത്ഥന എന്താണ്, ഇവാനിയൻ പ്രാർത്ഥന ചൈതന്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഇവാനിയൻ വഴിയിൽ നമ്മളെങ്ങനെ പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്യണം, ആ ഇവാനിയൻ തിങ്കിങ്ങിൽ പ്രാർത്ഥനയുടെ നുവാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ 2 പ്രഭാഷണങ്ങളിൽ ധ്യാനിക്കുന്നതായിരിക്കും. ഞാൻ ഒരു ടോക്കിൻ്റെ മുന്നിലുള്ള ഒരു ടോക്കിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് ഇവാനിയൻ വഴിയുടെ സ്രോതസ്, സോഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ആ തുടക്കം, സോഴ്സ് എന്ന് പറയില്ല, സ്രോതസ്, തുടക്കം. അത് നമ്മൾ വചനമാണ് എന്ന് ഉത്തരം പറഞ്ഞിരുന്നു. അങ്ങനെ അത് പുറത്തു വരുന്ന, അതല്ലെങ്കിൽ വചനാധിഷ്ഠിതമല്ലാത്ത ഒരു ചിന്ത ഇവാനിയൻ വഴിയിലില്ല. നമ്മൾ ഒക്കെ വിശ്വസിക്കുന്ന, ദൈവം വെളിപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്ന വചന അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക രീതിയാണ് ഇവാനിയൻ തിങ്കിങ് ഓർ ഇവാനിയൻ വഴി. അത് വചനത്തിലൂടെ വെളിപ്പെട്ട രക്ഷാകരമായ തിരുത്തലുകളെ വീണ്ടും അനുഭവിക്കുന്നതും ആ റിഡംപ്റ്റീവ് കറക്ഷനിലൂടെ ദൈവവുമായിട്ടും സമൂഹമായിട്ടും ഈ ലോകം മൊത്തത്തിൽ പുനരൈക്യപ്പെടുന്ന, എല്ലാതുമായിട്ടും പുനരൈക്യപ്പെട്ടു നിൽക്കുന്ന ഒരു ആധ്യാത്മിക ചിന്തയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആ ഇവാനിയൻ സ്രോതസ്, വഴിയുടെ സ്രോതസ് വചനമാണ്. അതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഇപ്പോൾ ചോദിക്കാം. അതിൻ്റെ ഒരു ബലം, ഇവാനിയൻ വഴി സ്വാംശീകരിക്കപ്പെടുന്ന ആ ഇന്ന സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയിലൂടെയാണ് ബലപ്പെടുന്നത്. സോ ഇവാനിയൻ വഴിയുടെ ഊടും പാവും എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ആ ഊടും പാവും വചനവും പ്രാർത്ഥനയും തന്നെയാണ്. ആ വചനത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ചുരുളഴിയുന്നതും അത് ബലപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. കാരണം പുനരൈക്യ ഭാവങ്ങൾ മുളയ്ക്കുന്നതും തഴയ്ക്കുന്നതും വളരുന്നതും വിളവെടുക്കുന്നതും ഒക്കെ പ്രാർത്ഥനാത്മകതയിലാണ്. വചനത്തെ അതിൻ്റെ സീഡായിട്ട് കാണുകയാണെങ്കിൽ പ്രാർത്ഥനയാണ് അതിൻ്റെ വിളനിലം. അവിടെയാണ് അത് വിതയ്ക്കുന്നത്, എന്നിട്ട് അവിടെയാണ് അത് വളരുന്നതും. അതാണ് മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവയ്ക്കുന്നതൊക്കെ. പക്ഷെ പിതാവിൻ്റെ പ്രാർത്ഥനാതലം ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. സോ പിതാവിൻ്റെ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ കൂളായിട്ട് മനസ്സിലാക്കാം. വളരെ സ്ട്രിക്റ്റായിട്ട് ആരാധനക്രമങ്ങളെ കൃത്യമായിട്ട് പാലിച്ചു വന്നിരുന്ന പാരമ്പര്യ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും മുടക്കം കൂടാതെ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. സെറാംബൂറിലായിരിക്കുന്ന കാലത്ത് പോലും പിതാവ് യാമപ്രാർത്ഥനകൾ നടത്തുകയും നോമ്പുകൾ അനുഷ്ഠിക്കുകയും പ്രാർത്ഥന അതിൻ്റെ എല്ലാ രീതിയിലും ചെല്ലാനായിട്ട് സഭ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ചെല്ലാനും പാലിക്കാനും ഒക്കെ പിതാവ് ശുഷ്കാന്തി കാണിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനാ തലത്തിലേക്ക് കടന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ പിതാവിനോടുകൂടെ ചിന്തിക്കുന്നത് ഇവാനിയൻ ധ്യാന ചിന്തയിലെ ഇവാനിയൻ പ്രാർത്ഥനാ തലങ്ങൾ, ആ സമന്വയത്തിൻ്റെ പുനരൈക്യത്തിൻ്റെ പ്രാർത്ഥനകൾ. പ്രാർത്ഥന അത് പുനരൈക്യത്തിലേക്ക് നയിക്കുന്നതും അതിൻ്റെ ബലമായിട്ട് നിൽക്കുന്നതുമായ പ്രാർത്ഥനയുടെ തലങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഒരു കാര്യം പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
പിതാവ് ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, പ്രാർത്ഥിക്കാൻ അപരൻ വേണം. വെൻ യു പ്രേ യു ആർ നോട്ട് എലോൺ. അത് പിതാവിൻ്റെ ഒരു പ്രാർത്ഥന തത്വമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഹാർദവ പ്രാർത്ഥനയൊക്കെ വായിക്കുമ്പോൾ, പിതാവിൻ്റെ ആ ധ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ, പിതാവ് ഒരിക്കലും നമ്മൾ ഒറ്റയാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ദൈവാശ്രയ ബോധത്തിൽ നിന്നാണ് വരുന്നത്. മൈ ലോർഡ് ഈസ് ദെയർ വിത്ത് മീ. എൻ്റെ ദൈവം എൻ്റെ കൂടെ. അത് ഒരു സങ്കല്പമായിട്ടല്ല പിതാവിന് തോന്നിയിട്ടുള്ളത്, മറിച്ച് an existence. മൈ ഗോഡ് ഈസ് വിത്ത് മീ. അപ്പോൾ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ പ്രാർത്ഥനയെ ഇങ്ങനെ ഒരു തത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഈ സെറ്റ് ഇൻ പ്രേയർ അപരനുണ്ട്. ഇഫ് യു ആർ എലോൺ യു കനോട്ട് പ്രേ. യു ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കി. ഞാൻ ഒറ്റയ്ക്കായി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ഒറ്റയായിട്ട് തോന്നി, ഞാൻ ഒറ്റയ്ക്കായി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. നോ 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 നോ, നമ്മൾ ഒരിക്കലും ഒറ്റയാകുന്നില്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊരു റിലേഷനാണ്. അതൊരു റിലേഷനാണെങ്കിൽ അതിൽ അപരൻ വേണം. അപരനില്ലാതെ പ്രാർത്ഥന വരില്ല. സോ വെൻ യു സേ ഐ എം അലോൺ, ദർ ഇസ് നോ പ്രേയർ. സോ പ്രാർത്ഥന വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായിട്ട് പിതാവിന് തോന്നിയിരുന്നു. ആ പ്രാർത്ഥനയിൽ അപരനുണ്ട്, ദി അതർ ഉണ്ട് എന്നുള്ള ചിന്ത വളരെ വളരെ ആഴത്തിൽ പിതാവിലുണ്ടായിരുന്നു. പിന്നീട് പിതാവിൻ്റെ പ്രാർത്ഥനാ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, പ്രാർത്ഥന പുനരൈക്യപ്പെടുത്തുന്ന, റിലേറ്റ് ചെയ്യുന്ന ഒരു ക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കണം. അല്ലാതെ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയുന്ന പോലെ, അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചു തരുമോ, യു പ്രേ ഫോർ മീ എന്ന് പറയുന്ന ആ ഒരു നോ നോ നോ, യു പ്രേ, യു റിലേറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു തലം. ദാറ്റ് മീൻസ് പ്രാർത്ഥന ഇസ് എൻ ആക്ഷൻ. ഇറ്റ്സ് നോട്ട് പാസീവ്ലി നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, മറിച്ച് ആക്റ്റീവായിട്ട് നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു ക്രിയയായിട്ടാണ് പിതാവ് പ്രാർത്ഥനയെ കാണുന്നത്. അപ്പം എന്ത് സംഭവിക്കും? എവ്രി ആക്ട് ഈസ് എ ഫ്രൂട്ട് ഓഫ് എ ഡിസിഷൻ. എന്നാൽ ഒരു കർമ്മം, ഒരു കാര്യം ചെയ്യുക, ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മൾ തീരുമാനിക്കണം. അത് ജസ്റ്റ് അങ്ങനെ നടക്കില്ല. അപ്പോൾ അതൊരു ആക്ഷൻ ആണെങ്കിൽ ആ ആക്ഷൻ ചെയ്യുന്ന കർത്താവ്, ദാറ്റ് സബ്ജക്റ്റ്, അദ്ദേഹം അത് ചെയ്യണം. സോ യു ഹാവ് ടു ഡിസൈഡ് ടു പ്രേ. സോ ആ റിലേഷനിലേക്ക് വരാൻ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന റിലേഷനിലേക്ക് വരാൻ യു ഹാവ് ടു ഡിസൈഡ്. അപ്പം എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ അത്ര ഇഷ്ടം തോന്നുന്നില്ല. ഇത് നിന്റെ അനിഷ്ടങ്ങളുടെ മുകളിലല്ല. യു ഡിസൈഡ് ടു പ്രേ. ഇപ്പോൾ ഒരു കാര്യം, നമുക്കൊരു കുഷ്ഠരോഗിയെ ഇഷ്ടമാവോ? ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ യു ഡിസൈഡ് ടു സെർവ് ഹിം. ഞാൻ തീരുമാനിക്കുകയാണ്, അത് കുഷ്ഠരോഗി ആയിക്കോട്ടെ, ചീഞ്ഞളിഞ്ഞ ശരീരമുള്ള ആയിക്കോട്ടെ, ഐ വിൽ സെർവ്. അതൊരു ഡിസിഷനാണ്, ഇഷ്ടം അനിഷ്ടത്തിൻ്റെ മുകളിലല്ല. അതുപോലെ പ്രാർത്ഥന ഒരു ഇഷ്ട അനിഷ്ടത്തിൻ്റെ മുകളിലല്ലാതെ വളരെ ബോധ്യത്തിൽ നിന്ന് വരുന്ന ആ അപരനായിട്ട് ആ ഒരു ആശയവിനിമയത്തിലേക്ക് വരാനുള്ള ആഗ്രഹം, അതിൽ നിന്ന് തിരിഞ്ഞു വരുന്ന തീരുമാനം, ഡിസിഷൻ. യു ഡിസൈഡ് ടു പ്രേ. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാവും. ഈ സുവിശേഷ സംഘങ്ങൾക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾ കൈവപ്പിലേക്ക് കടന്നു വരുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിലെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു തീരുമാനമാണ്. ഞാൻ എല്ലാ നോയമ്പുകളും പാലിക്കും. ഇറ്റ്സ് എ ഡിസിഷൻ. അത് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അതിലല്ല. ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ഞാൻ വീട്ടിൽ ചെല്ലും. ദിസ് ആർ ഓൾ ഡിസിഷൻ. നോ സെയിം വേ ലൈക്ക് ടു ഫോർഗീവ്. അത് ഇഷ്ടമോ അനിഷ്ടമാണോ, യു ഡിസൈഡ് ടു ഫോർഗീവ്. അത് ചിലപ്പോൾ ഇഷ്ടം തോന്നണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ അപരനായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ തീരുമാനിക്കും, സ്നേഹിക്കാൻ തീരുമാനിക്കും, കൊടുക്കാൻ തീരുമാനിക്കും. കാരണം അതെല്ലാം ഓരോ ആക്ഷനാണ്.
പക്ഷെ പിതാവിൻ്റെ പ്രാർത്ഥന തിങ്കിങ്ങുകളിൽ പിതാവ് ഞാൻ ഒറ്റയാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിച്ചില്ല. അപരനുണ്ട്. ദർ ഇസ് എൻ അനദർ. സോ ഇൻ പ്രയർ ഐ ആം നോട്ട് അലോൺ. സോ പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചിരുന്നു, സമൂഹത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചിരുന്നു. അപ്പോൾ ദൈവവുമായിട്ടും സമൂഹമായിട്ടും ഒന്നിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും, അത് ഒറ്റയ്ക്കായാലും കൂട്ടമായിട്ടായാലും ഒരേ ഇൻറ്റൻസിറ്റിയിൽ പ്രാർത്ഥിക്കാനും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരാനും പിതാവിന് കഴിഞ്ഞിരുന്നു. സോ പിതാവിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളിനി എങ്ങനെ അല്പം കൂടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക. ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിങ്ങനെ വരച്ച് കാണിക്കാനേ. അപ്പോൾ കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിൽ വെക്കണേ. സോ വി ബിഗിൻ വിത്ത് എ സ്മോൾ സ്റ്റേറ്റ്മെൻറ്റിന്. പ്രാർത്ഥന ഒരു 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 ആക്ഷനാണ്. പ്രയർ ഈസ് എൻ ആക്ഷൻ എന്ന് അത് മനസ്സിലേക്കിനെ കൊണ്ടുവരാം. പ്രാർത്ഥന ഒരു ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്. പ്രാർത്ഥന ഒരു ക്രിയയാണ്. ഇനി നമ്മൾ പതുക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങാം. എല്ലാ ക്രിയകളും രണ്ട് തരത്തിൽ നമുക്ക് വിഭജിക്കാം. പ്രോഫിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ എന്ന്. ലാഭം തരുന്നതും ലാഭകരമല്ലാത്തതും. ലാഭം ഇൻ ദ സെൻസ് കൈൻഡ് ഓഫ് മോണിറ്ററി ബെനഫിറ്റ്സ്, നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടും. അതുകൊണ്ടല്ലേ ചിലർ പെട്ടെന്ന് ഇങ്ങനെ പറയണേ പ്രാർത്ഥിച്ചാൽ എന്താ ലാഭം കിട്ടുക? ആ ആക്ടിനെ ലാഭകരവും ലാഭകരമല്ലാത്തതും എന്നുള്ള ഡിവിഷൻ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അത് വരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രയർ ഒരു പ്രവൃത്തിയാണ്, പ്രയർ ഒരു ആക്റ്റാണെന്ന് പറയുമ്പോൾ പ്രയർ ലാഭകരമായ ആക്ടുകളുടെ ഉള്ളിലുള്ളതല്ല. അത് ലാഭകരമല്ലാത്ത നോൺ പ്രോഫിറ്റബിൾ സെക്ഷനിലാണ് ഈ പ്രാർത്ഥനയുടെ കർമ്മം കടന്നു വരുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ വലിയ ലാഭമൊന്നും കിട്ടാനില്ല. പക്ഷേ ലാഭകരമല്ലാത്ത പല കാര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്മൈൽ. അത് ചിരിച്ചുകൊണ്ട് വല്ല ലാഭമുണ്ടോ? ചിലവർ ചിരിച്ച് കാണിച്ച് എന്തെങ്കിലുമൊക്കെ അടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ ഇഫ് യു സ്മൈൽ, ഒരു നല്ല തുറന്ന ഒരു ചിരി അല്ലെങ്കിൽ ഒരു ചെറിയ മന്ദസ്മിതം നമ്മുടെ ചുണ്ടിൽ, അതിനുകൊണ്ട് വല്ല ലാഭമുണ്ടോ? ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുകയാണ് അതുകൊണ്ടൊന്നും വലിയ ലാഭമില്ല. അതല്ലേ ചിലവർ ചിരിക്കില്ല. വലിയ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്ന ആൾക്കാരുടെ പോലെ എത്ര ജോക്കടിച്ചാലും വലിയൊരു ഇങ്ങനെ നിസ്സംഗതയോടുകൂടെ അങ്ങനെ ഇരിക്കും. അരെ ചിലപ്പോൾ ഒന്ന് ചിരിക്കണ്ടേ? അപ്പോൾ പറയും അയ്യോ അതൊക്കെ ഇപ്പോൾ കാണിച്ചിട്ട് എന്താ ലാഭം? ലാഭമില്ല. പക്ഷെ ആ ചിരിയാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ആ ഒരു ഗുണാത്മക പരിവർത്തനം എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസും ട്രാൻസ്ഫോർമേഷനൊക്കെ വരുന്നത് ഈ ലാഭകരമല്ലാത്ത പല കാര്യങ്ങളിൽ കൂടിയാണ്. ലൈക്ക് സ്പോർട്സ്, കളിച്ചതുകൊണ്ട് വല്ല ലാഭമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ആ കളിയാണ് നിങ്ങളെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെയും പഠിപ്പിച്ചിട്ട് നിങ്ങളെ നിങ്ങളാക്കുന്നത്. സോ അതൊന്നും ഇട്ടുകളയരുതിന്. സോ ഈ വഴികൾ, ആ കർമ്മങ്ങളെ ലാഭങ്ങളിൽ മാത്രം കാണാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിനെ മുഴുവൻ അപ്പമാക്കുന്ന മാനുഷിക ചിന്തയിൽ ചെന്നെത്തും. അപ്പം നിരസിക്കപ്പെട്ട സാധ്യതകളെ മാത്രം ലാഭകരമായിട്ട് കാണാൻ തുടങ്ങും. തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാത്തിനെയും ഗ്രസിക്കുന്ന ലാഭത്തിൻ്റെ കണ്ണുകളിലൂടെ എല്ലാത്തിനെയും കാണുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. ജീവിതത്തിൽ ലാഭകരമല്ലാത്ത ചില കർമ്മങ്ങളും ചെയ്യണം. എല്ലാ കർമ്മങ്ങളും ലാഭകരമാണോ എന്ന് ഇങ്ങനെ പിച്ച് ചീന്തി നോക്കരുത്. അങ്ങനെ നോക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊരു കൺസ്യൂമറിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള, എല്ലാത്തിനെയും കൺസ്യൂം ചെയ്യുന്ന, എല്ലാത്തിനെയും ലാഭകരമാക്കാൻ നോക്കുന്ന വളഞ്ഞ വഴികളിലേക്ക് ഒരു പക്ഷേ കടക്കാനുള്ള പ്രവണതയുണ്ട്. ഐ എം നോട്ട് സേയിങ് നമുക്ക് ലാഭങ്ങൾ വേണം, 5നെ 10 ബിസിനസ് ടെക്നിക്കുകളൊക്കെ വേണം. പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ റിലേഷൻഷിപ്പിനെയും പുനരൈക്യത്തെയും ഒക്കെ ലാഭകരമാക്കുന്ന കച്ചവട മെൻറ്റാലിറ്റി, അതല്ല പ്രാർത്ഥനയുടെ തലം. അത്തരം ലാഭങ്ങളിൽ അപരനെ ശോഷിപ്പിക്കുന്ന, അതിനെ സക്ക് ചെയ്യുന്ന, അതിനെയൊക്കെ തിന്നുന്ന അപ്പങ്ങളാക്കി മാറ്റുന്ന അവസ്ഥകൾ വന്ന് നമുക്ക് ഇങ്ങനെ വളരാം. ഇറ്റ്സ് നോട്ട് പ്രയർ. പ്രയറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിലൊക്കെ അതല്ലല്ലോ പുനരൈക്യപ്പെടുന്നതും
നമ്മളാവുന്നതും എന്തൊക്കെയോ നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന അതൊക്കെ ആയിത്തീരുന്നതല്ലേ പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രാർത്ഥന ഒരു ലാഭകരമായ ഒരു സെക്ഷൻ, പ്രോഫിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് പിതാവ് കാണുന്നില്ല. മറിച്ച് പ്രാർത്ഥന നമ്മളാക്കുന്ന ആ ഗുണാത്മകമായ യോഗ്യതയെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ചോദിക്കുക, നമ്മൾ അത് എങ്ങനെയാ അത് മനസ്സിലാക്കുക, പതുക്കെ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് തിങ്ക്, ഉറങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും പുണ്യാളനായത് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് സ്ലീപ്പ്. ചില ആൾക്കാർ പള്ളി കയറി അപ്പോൾ ഉറങ്ങാൻ തുടങ്ങും, പ്രസംഗം കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഉറങ്ങാൻ തുടങ്ങും, എപ്പോഴും ഇരുന്ന് ഉറങ്ങും. ഈ ഉറക്കം കൊണ്ട് ആരെങ്കിലും പുണ്യാളനായത് കേട്ടിട്ടുണ്ടോ? ഈ ഉറങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും ഗുണാത്മക പരിവർത്തനം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ ആയത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഈ ഉറക്കം കഴിയുന്നവരൊക്കെ നമ്മൾ സെയിൻ്റ് എന്ന് വിളിക്കണേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയും ഒരു സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ അങ്ങനെ ഉറങ്ങാനായിട്ട് നമ്മൾ കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം എന്തേ പോയി. 24 മണിക്കൂറല്ലേ ഉള്ളൂ. 8 മണിക്കൂർ ബെഡിലേക്ക് പോകാനും ഇറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ചിലവരൊക്കെ അതൊക്കെ വെട്ടി കുറയ്ക്കുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇവള് ജനറലി ചിന്തിക്കുക ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ ഉറക്കും എന്നൊക്കെയാണ് പറയണേ. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കണത് എല്ലാം കൂട്ടിയിട്ട് ഒരു 8 മണിക്കൂർ കൂട്ടി നോക്കിയാൽ അത് പോയി. ജോലി ചെയ്യുന്നത് കൊണ്ട് ആരെങ്കിലും പുണ്യാളനായിട്ട് കേട്ടിട്ടുണ്ടോ? ഹാർഡ് വർക്ക് ചെയ്യണ കാരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ഈ കരിങ്കൽ തൊഴിലാളികളും ഈ ചുമട്ടു തൊഴിലാളികളും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും പുണ്യാളന്മാരാണെന്ന് നമുക്ക് പറയായിരുന്നില്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ. കാരണം ആ പ്രവർത്തികളൊക്കെ അവരുടെ സസ്റ്റനൻസിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ലാഭകരമായ പ്രവൃത്തിയായിട്ട് അവർ കാണുന്നേ. സോ ദേ ആർ ഓൾറെഡി പെയ്ഡ്. അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഞാൻ എൻ്റെ അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് വഴി ആരും പുണ്യവാന്മാരായിട്ടില്ല. ആ ജോലികളെ ഒക്കെ ദൈവത്തിൻ്റെ പ്രീതികരമായ ബലികളായിട്ടൊക്കെ ചിലർ സമർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നെ കോമൺ സെൻസിൽ നമ്മൾ ജോലി ചെയ്യുന്നത് വഴി ദാറ്റ് വർക്കിംഗ് ഫോർ ലൈവ്ലിഹുഡ് അതിലാരും പുണ്യാളനോ പുണ്യാളത്തി ആയി തോന്നുന്നു നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ചിലർ കളിക്കാർ സച്ചിൻ തെണ്ടുൽക്കർ ആവുന്നത് പോലെ ചിലർ ആ ജോലിയെ തന്നെ അവരുടെ വലിയ ഹോബിയായിട്ടോ അല്ലെങ്കിൽ ഹോബിയെ ജോലിയായിട്ടോ ഒക്കെ മാറ്റുന്നത് നമുക്ക് കാണാം. അതാണ് പ്രൊഫഷണലിസം ഇൻ എവറിത്തിങ്. അങ്ങനെ ചില സെയിൻറ്റുകൾ അവരുടെ മൊത്തം ജോലിയെ ആ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയതൊക്കെ ആയിട്ടുള്ള എക്സെപ്ഷനുകൾ ഒരു പക്ഷേ നിങ്ങൾ ചകഞ്ഞെടുത്ത് എന്നോട് തിരിച്ചു പറഞ്ഞേക്കാം. എന്നാൽ ജനറലി ബൈ വർക്കിംഗ് ആരും ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ ആവുന്നില്ല. ഇപ്പോൾ ഒരു 8 മണിക്കൂർ നമ്മൾ ആ ജോലിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 16 മണിക്കൂർ പോയി ലൈഫിൽ നിന്ന്. പിന്നെയുള്ള ഒരു 8 മണിക്കൂറിൽ നമ്മൾ ഒരു എന്തെന്ന് പറയുക, നമുക്കൊരു 2-3 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒന്ന് ക്ലീൻ ആവാനൊക്കെ വേണ്ടേ ലിറ്റിൽ. ഒരു 4 മണിക്കൂർ കൊടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഇപ്പോൾ ബാത്റൂമിൽ പോകാൻ വരാൻ, ലിറ്റിൽ ക്ലീനിങ്, ഭക്ഷണം കഴിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 4 മണിക്കൂർ പോയി. ഓക്കെ, ഭക്ഷണം കഴിക്കാനും പേഴ്സണൽ ക്ലീനിനെസ്സിന് നമ്മൾ 4 മണിക്കൂർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി 4 മണിക്കൂർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്വീഷ് ചെയ്ത് ഈ 4 മണിക്കൂറിനെ വലുതാക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കോമൺ വില 4 hours നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 hours കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നേ അതാണ് നിങ്ങളാക്കുന്നത്. ആൻഡ് ഈ 4 മണിക്കൂർ അല്ലെങ്കിൽ ആ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങനെ വീണ് കിട്ടുന്ന സമയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണല്ലോ നമ്മൾ പറയാമല്ലോ. അത് ഇറ്റ്സ് നോട്ട് എ ബ്ലോക്ക് ഓഫ് ടൈമിന്. ആ 4 മണിക്കൂർ 3 കൂട്ടർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ദൈവത്തിനും അപരൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിവാസി അല്ലെങ്കിൽ അയൽക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിന്, പിന്നെ പ്രകൃതിക്ക്. ഇറ്റ് ഈസ് ഫോർ ഗോഡ്, ദി അതർ ആൻഡ് ദ നേച്ചർ. ദൈവത്തിനും അയൽക്കാരൻ എന്ന് പറയുന്ന ദി അതറിനും പിന്നെ പ്രകൃതിക്കും, ദ നേച്ചർ. ഈ 3 കൂട്ടർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ 4 മണിക്കൂർ. നമ്മുടെ ലാഭകരമല്ലാത്ത സമയം അല്ലെങ്കിൽ പ്രവർത്തികൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ 3 കൂട്ടരായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം ആ റിലേഷനിലാണ് പുനരൈക്യം സംഭവിക്കുന്നത്, അല്ലാതെ ഹാർഡ് വർക്കിലല്ല, ഉറങ്ങുന്നതിലും അല്ല.
ഭക്ഷണം കഴിക്കുന്നതിലല്ല, നമ്മുടെ പേഴ്സണൽ ഹൈജീനിലല്ല. ഹൗ ഡു യു റിലേറ്റ്, അതിലാണ് വരുന്നത്. പക്ഷെ പ്രാർത്ഥന പിതാവിനെ ഒരു ആക്ഷനായിട്ട് കാണുകയും ആ ആക്ഷൻ ഈ 3 തലങ്ങളെ സമന്വയിപ്പിക്കുന്ന പ്രതികരണമായിട്ട് പിതാവ് കാണാൻ തുടങ്ങി. സോ പിതാവിൻ്റെ രീതിയിൽ എങ്ങനെ പ്രാർത്ഥനയെ നമ്മൾ ഒരു വർക്കിംഗ് ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരിക, ഞാൻ പല കോമ്പിനേഷനുകൾ ചെയ്യാൻ നോക്കി. പക്ഷെ പിതാവിൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ സമന്വയിപ്പിച്ച് ഒരു സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഐ മേ ക്രിയേറ്റ് ഇറ്റ് സംതിങ് ലൈക്ക് ദിസ്: whenever you are aware of this 3-dimensional experience, എപ്പോഴൊക്കെയാണോ നമ്മൾ ഈ 3 വിധത്തിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്, എന്നിട്ട് പോസിറ്റീവ്ലി ഈ ബന്ധങ്ങളോട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയുടെ മേഖലയിലേക്ക് കടക്കും. When you attempt, now when you try to relate to the 3, അതിലെ പുനരൈക്യം, അതിലെ ഐക്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ you are in the realm of prayer. ഞാൻ അത് പ്രാർത്ഥനയാണെന്ന് പറയുന്നില്ല, പക്ഷെ ആ പ്രാർത്ഥനയുടെ മേഖലയിലേക്ക് കടക്കുന്നത് ഈ റിലേഷൻഷിപ്പിലാണ്. എൻ്റെ ഒരു ഗുരു he will speak about the whole prayer and spirituality as relationality എന്ന് അദ്ദേഹം പറയും. ഓക്കെ, വാച്ച്മാൻ എന്ന് പറയുന്ന വലിയൊരു സ്പിരിച്വൽ റൈറ്റർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ദ ഹോൾ സ്പിരിച്വാലിറ്റി ഈസ് റിലേഷനാലിറ്റി. നമ്മൾ ഇൻ റിലേഷനിലായിരിക്കുക, റിലേഷനാലിറ്റി എന്ന് പറയും. അപ്പോൾ റിലേഷനാലിറ്റി ഇല്ലാത്ത ഒന്നും പുനരൈക്യപ്പെടുത്തില്ല. ഓക്കെ, ഒറ്റയ്ക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പ്രാർത്ഥനകളില്ല, അത് ഒറ്റയാണ്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിന് ഒരു റിലേഷനാലിറ്റി ഇല്ല, അത് ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്യില്ല, അത് ഒറ്റയ്ക്കേ നിൽക്കുള്ളൂ. അതാണ് അത് 100 കൊല്ലം മണ്ണിൻ്റെ അടിയിൽ കിടന്നാൽ അഴുകി പോകാതെ. അതാ ഇറ്റ് ബിക്കം എ ഡേഞ്ചർ തിങ്. അങ്ങനെ റിലേറ്റ് ചെയ്യാത്ത ഒരു ആൻറ്റി റിലേഷനാലിറ്റി ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. അതിനെ പൊട്ടിക്കാനാണ് പിതാവ് തൻ്റെ സന്യാസഭാവങ്ങളിലൂടെ, പുനരൈക്യത്തിലൂടെ, ഇവാനിയൻ തിങ്കിങ് എന്ന് ഞാൻ പറയുന്ന, പുനരൈക്യ മോഡൽ എന്നൊക്കെ ഞാൻ പറയുന്ന പ്രാർത്ഥനാഭിമുഖ്യം പിതാവിൽ കാണുന്നത്. പിതാവ് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ആയിരിക്കാൻ കഴിയില്ല. പിതാവിൻ്റെ സന്യാസഭാവങ്ങളിൽ പിതാവ് പറയുന്നത് വി നീഡ് ടു ഓപ്പൺ അപ്പ് ദിസ് റിലേഷനാലിറ്റി, വി നീഡ് ടു റിലേറ്റ് ടു ഗോഡ്. അത് ത്രോണോസിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു സമുദായത്തിനെ കുറിച്ചുള്ള വിങ്ങുന്ന ഹൃദയത്തെ ഉള്ളിലേന്തിക്കൊണ്ട് ആ സമുദായത്തിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അമ്മച്ചി പശുവിനോടും മരങ്ങളോടും പുഴകളോടും മലകളോടും സമ്പാദിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോടൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കാം. അപ്പൊ നമ്മൾ ഈ ഋതങ്ങളെ തോൽപ്പിച്ചാൽ പുനരൈക്യം സംഭവിക്കില്ല. നമ്മൾ ഈ ഋതത്തിനെ തെറ്റിച്ചുകൊണ്ട്, ഇപ്പൊ ദൈവം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞു തിന്ന് ഒരു മുനിയായിട്ട് മാറാൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനത്തെ പ്രാർത്ഥനകൾ പുനരൈക്യപ്പെടുത്തുന്നതല്ല, ദൈവവുമായി തദാത്മ്യപ്പെടുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഐ അഗ്രി. പക്ഷെ അത് ഇവാനിയൻ തിങ്കിങ്ങിലുള്ള പ്രാർത്ഥനയിലേക്ക് കടത്തില്ല. പിതാവ് അങ്ങനെ ഒരു മുനിയാകാനോ ദൈവവുമായിട്ട് താതാത്മ്യപ്പെടുന്നത് മറ്റ് 2 എണ്ണത്തിൻ്റെ എക്സ്പെൻസിലാണെന്ന് കാണിച്ചു തരുന്നില്ല. പക്ഷെ ദൈവസമ്പാദനം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു വലിയ കാര്യമായിരുന്നു. പക്ഷെ ദൈവസമ്പാദനത്തിലേക്ക് നമ്മൾ എങ്ങനെ കയറും? ദൈവത്തെ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടോ? ഞാൻ പലരോടും പ്രാർത്ഥനയുടെ ഡെഫിനേഷൻ ചോദിക്കും. അപ്പൊ എല്ലാവരും പറയും ദൈവത്തിനോട് ചോദിക്കുക, ദൈവമായിട്ടിരിക്കുക, ദൈവത്തിൽ ഒന്ന് ചേരുക. there is something wrong in that prayer then. അതുകൊണ്ടാണ് പുനരൈക്യപ്പെടാൻ പറ്റാത്ത. കാരണം പ്രാർത്ഥനയുടെ തലത്തിൽ ദൈവം മാത്രമല്ല, മനുഷ്യനുമുണ്ട്, പ്രകൃതിയുണ്ട്. അപ്പൊ അതിനെ രണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദൈവാഭിമുഖ്യം സൃഷ്ടിക്കുമ്പോൾ അവിടെ പുനരൈക്യങ്ങളില്ല. അവിടെ പുനരൈക്യപ്പെടാതെ ഒരു തരം ഞാൻ എൻ്റെ ദൈവം, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കും വാലിഡിറ്റികൾ ഉണ്ടായിരിക്കാം, ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവാനിയൻ തിങ്കിങ്ങിൽ ഇറ്റ് ഈസ് ബിഗിൻ ടു സീ
ഈ മൂന്നും എന്നോടുകൂടെയുണ്ട്. ദൈവവും എന്നോടുകൂടെയുണ്ട്, അപരനും എൻ്റെ സമൂഹത്തിലെ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിലെ ജനങ്ങളും എന്നോടുകൂടെയുണ്ട്, ഈ പ്രകൃതിയും എന്നോടുകൂടെയുണ്ട്. ആ സമുന്നയ ഭാവത്തിൽ നിന്ന് പിതാവ് തൻ്റെ പ്രാർത്ഥനയെ വളർത്താൻ തുടങ്ങുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥന എന്നത് ഈ 3 തലത്തിലുള്ള പുനരൈക്യത്തെ കുറിച്ചുള്ള ചിന്തകളും ഈ 3 ദൈവവും മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിമുഖതകളെ മാറ്റി അവരൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ മനസ്സിലല്ല, അവരുടെ മധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അത് മലകളുടെയും പുഴകളുടെയും മരങ്ങളുടെയും മധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സമുദായത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ മധ്യത്തിലാണ് ഈശോ അല്ലെങ്കിൽ ദൈവം വസിക്കുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അപ്പൊ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഒരു പ്രവൃത്തിയായിട്ടും ആ പ്രവൃത്തി ഉള്ളിൽ നിന്ന് വരുന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിട്ടും ആ തീരുമാനം ഈ 3 തലങ്ങളെ പുനരൈക്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിലുള്ള വിമുഖതകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് സകാരാത്മകമായി അവരോടൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന അത് പേഴ്സണലി ആയിട്ടും സാമൂഹികമായിട്ടും അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. സോ ഇഫ് യു ആസ്ക് മീ, അത് നമ്മളെല്ലാവരും അങ്ങനെ റിലേറ്റഡ് ആവുന്നില്ലേ? യെസ്, യു ക്യാൻ റിലേറ്റ്. നകാരാത്മകമായിട്ടും നെഗറ്റീവിലും അങ്ങനെ റിലേറ്റ് ആവാം. ഈ പ്രകൃതിയുടെ ഈ ബന്ധങ്ങളെയൊക്കെ, നമ്മളും പ്രകൃതിയുമായിട്ടുള്ള ഈ ബന്ധങ്ങളെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴല്ലേ നമ്മൾ ഈ ക്ലോണിങ്, ജനറ്റിക് എൻജിനീയറിങ് എന്നൊക്കെ പറയണേ, അതിനെ നമുക്ക് നെഗറ്റീവിലായിട്ട് കണ്ട് നമ്മൾക്ക് വേണ്ടി നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധം, സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഈ ബന്ധങ്ങളെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അത് വളരെ സറ്റലായിട്ട് സൂക്ഷ്മമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും താളം തെറ്റലുകൾ വരുന്നത്, പുനരൈക്യത്തിൻ്റെ അഭാവങ്ങൾ മാറിപ്പോകുന്നത്. അത് പൊളിറ്റിക്കലായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എക്കോണമിക്കലി ആയിട്ടൊക്കെ. വാട്ട് എ മാനിപ്പുലേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഈ ഡാറ്റ കളക്ഷൻ ഓഫ് ബിഗ് ഈ ഫേസ്ബുക്കോ ട്വിറ്ററോ ആമസോൺ എന്നൊക്കെ പറയുന്നവർ ഡാറ്റ സ്റ്റീലിംഗ് എന്ന് പറയും. എന്താ അവർ ചെയ്യണേ? ദേ ആർ അനലൈസിങ് ദിസ് ഇന്റർ റിലേഷൻഷിപ്പ്. അത് പുനരൈക്യപ്പെടുത്താനല്ല, അവരിലുള്ള വൾണറബിലിറ്റികളെ കണ്ടുപിടിച്ചുകൊണ്ട് ടു ഫീഡ് ചെയ്യാൻ, അതിലെ വിശപ്പുകളെ വർദ്ധിപ്പിക്കാൻ, അതുവഴി കമ്പോളങ്ങളെയും കൺസ്യൂമറിസ്റ്റിക് തിങ്കിങ്ങളെയും ഒക്കെ വളർത്താൻ. സോ ദേ വിൽ മാനിപ്പുലേറ്റ് ആൻഡ് സീ ആൻഡ് കം ദാറ്റ് അഡ്വർടൈസ്മെന്റ്. ഒരു അപ്പമായിട്ട് അങ്ങനെ ഇട്ട് തരും, വിശന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അപ്പോൾ തന്നെ അതിനെടുത്തോട്ട് തിന്നും. ഇറ്റ് ക്യാൻ ബി. അതുകൊണ്ട് പ്രാർത്ഥനയുടെ തലങ്ങളിൽ, പുനരൈക്യത്തിന്റെ തലങ്ങളിൽ പിതാവ് പറയുന്നത്, നമ്മൾ ഇതിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യരുത്. The vulnerability of the people we should not manipulate. Vulnerability of the nature we should not. പക്ഷെ നമ്മൾ പുനരൈക്യപ്പെടണം. പുനരൈക്യത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതും പുനരൈക്യത്തിൽ നിന്ന് നമ്മളെ എന്താണ് മാറ്റി നിർത്തുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് വളരുന്നതും. ഇതിൻ്റെ ബാക്കി കേൾക്കുന്നതായിരിക്കും. ആമേൻ.